പച്ചപ്പ് നിറഞ്ഞ മനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു ഈ ഉരുൾപൊട്ടൽ കവർന്ന പുഞ്ചിരിമട്ടം. ഇന്നത് മരണം താണ്ഡവമാടിയ മേഖലയാണ്. ഒന്നോ രണ്ടോ വീടുകൾ മാത്രം അവശേഷിപ്പിച്ച് ഗ്രാമത്തിനെ ഒന്നാകെ പ്രളയജലം കൊണ്ടുപോയി. കോടമഞ്ഞ് പുതച്ച ഏലക്കാടുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ മനോഹര ഗ്രാമം. അതായിരുന്നു 2 ദിവസം മുൻപ് വരെ പുഞ്ചിരിമട്ടം. എന്നാൽ ഇന്നിവിടെ കാണാൻ കഴിയുക കരൾ പിളർക്കും കാഴ്ചകളാണ്. മേലേക്കുന്നിൽ ആദിവാസി ഊരുകൾ മുതൽ ഇങ്ങോട്ട് പ്രളയജലം അടിത്തറയടക്കം വിഴുങ്ങിയ വീടുകൾ. പ്രകൃതി ദുരന്തത്തിന്റെ എല്ലാ ഭീകരതയും പേറി കടപുഴകിയ മരങ്ങളും തകർന്ന റോഡുകളും വൈദ്യുതി ലൈനുകളും തകർന്നൊഴുകിയ വാഹനങ്ങളും. തകർന്ന വീടുകൾക്കിടയിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച കുഞ്ഞു പുസ്തകങ്ങൾ, കുടുംബ ഫോട്ടോകൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ. പുഞ്ചിരിമട്ടത്തിപ്പോഴും മഴ തിമിർത്തു പെയ്യുന്നുണ്ട്, കോടമഞ്ഞിറങ്ങുന്നുണ്ട്, ആ പഴയ വശ്യതയില്ലാതെ. പുഞ്ചിരിമട്ടം എന്നൊരു ഗ്രാമം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വരും തലമുറ അത് വിശ്വസിക്കണമെന്നില്ല. അത്രയേറെ ആ ഗ്രാമം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷീണ പ്രയത്നം തന്നെ വേണ്ടിവരും. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം എസ് ശ്രീകാന്ത്, 24 പുഞ്ചിരിമട്ടം. CHCയിൽ നിന്നുള്ള മേപ്പാട് CHCയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് കിടക്കേണ്ടതുണ്ട്. നേരത്തെ മനീഷ് മൂർത്തി അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. 297 മരണം എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക്. അതിൽ മേപ്പാട് CHCയിൽ 138 മൃതദേഹങ്ങളാണ് എത്തിയത്. അതിൽ 105 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. നിലമ്പൂരിലെ ആശുപത്രിയിലാണെങ്കിൽ 147, അതിൽ പലതും ശരീരഭാഗങ്ങളാണ് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ മേപ്പാട് CHCയിൽ നിന്ന് മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മനീഷ്. റിജിത്ത്, നിലവിലുള്ള കണക്കുകൾ പ്രകാരം മരിച്ചവരുടെ സംഖ്യ എന്ന് പറയുന്നത് 297 തന്നെയാണ്. പുതിയ അപ്ഡേഷനുകളൊന്നും തന്നെയില്ല. നിലവിൽ മേപ്പാടി CHCയിലുള്ളത് 138 മൃതദേഹങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നാൽ 105 പേരെ തിരിച്ചറിയുകയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിലമ്പൂരിലാണെങ്കിൽ 147 മരണസംഖ്യ. ഇവിടേക്ക് ഇന്നിപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 20 മൃതദേഹങ്ങളാണ്. മാത്രമല്ല 51 ശരീരാവശിഷ്ടങ്ങളും ഇവിടേക്ക് ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്നും എത്തിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നും ഇതുവരെ മേപ്പാടിയിൽ എത്തിച്ചത് 56 മൃതദേഹങ്ങളും 87 ശരീര അവശിഷ്ടങ്ങളുമാണ്. എന്തായാലും ഇന്ന് മേപ്പാടി മുണ്ടക്കയിൽ നിന്നാണെങ്കിൽ ഇന്നിപ്പോൾ 14 മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. 10 ശരീര അവശിഷ്ടങ്ങളുമാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. 104 പേര് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് വളരെ വേഗത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് അതിനെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 3 ദിവസങ്ങൾ കഴിയുന്നു, അപകടം നടന്ന 3ാമത്തെ ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും മൃതദേഹങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ വളരെ ദയനീയം തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ ആളുകളും പറയുന്നതും അതുതന്നെയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ മുണ്ടക്കയിലുള്ള മേഖലയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിലൊന്ന് DNA പരിശോധന വളരെ വേഗത്തിൽ വേണമെന്നുള്ളത്. കാരണം ഇപ്പോൾ വരുന്ന ശരീരങ്ങളെല്ലാം തന്നെ ശരീരഭാഗങ്ങളാണ് പരമാവധി ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DNA പരിശോധന നടത്തിക്കൊണ്ട് അത് വളരെ വേഗത്തിൽ കണ്ടെത്തണം, ആരുടേതാണ് എന്ന് കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുമെന്നുള്ളതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്പീക്കർ ഇവിടെ എത്തിയപ്പോൾ, ശംസീർ ഇവിടെ എത്തിയപ്പോൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരച്ചിൽ നടക്കുന്ന മേഖലകളിലേക്ക് പ്രാദേശികമായി അവിടെ താമസിച്ചിരുന്ന ആളുകളെ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു കാര്യം, അവിടേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി വേണം എന്നുള്ളൊരു കാര്യം, അവിടേക്ക് ചെല്ലാനുള്ള അനുമതി വേണമെന്നുള്ളൊരു കാര്യം അവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയൊക്കെ അത്തരത്തിലുള്ള പ്രദേശവാസികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരിശോധന നടത്തുകയും വളരെ വേഗത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓരോ വീടുകളിലും അല്ലെങ്കിൽ എവിടെയാണോ വീടുണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ
കടക്കുന്നതിന് വേണ്ടി പ്രദേശവാസികളെ കൂടി ഈ തിരച്ചിൽ സംഘത്തിനൊപ്പം ചേർക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി വേലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി തന്നെ വളരെ വേഗത്തിൽ ഇനി തിരച്ചിൽ നടപടികൾ രക്ഷാദൗത്യം പുരോഗമിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് പ്രദേശവാസികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിലാണ് എന്തായാലും തിരച്ചിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്തായാലും മുൻപോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഇതുവരെ അതായത് നിലമ്പൂരിൽ നിന്നും ഇതുവരെ ഇവിടേക്ക് എത്തിച്ചുള്ള മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 56 മൃതദേഹങ്ങളും 87 ശരീരഭാഗങ്ങളുമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് മേപ്പാടി CHCയിൽ സംബന്ധിച്ച് 14 മൃതദേഹങ്ങൾ, അത് മുണ്ടക്കൈ പ്രദേശത്തു നിന്നും മുണ്ടക്കൈ ചൂരമല പ്രദേശത്തു നിന്നും 14 മൃതദേഹങ്ങൾ എത്തുന്നു. 10 ശരീരഭാഗങ്ങളും ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 138 ഇവിടുത്തെ മേപ്പാടിയിലെ മരണസംഖ്യ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ നിന്ന് 147. അങ്ങനെയാണ് എന്തായാലും നിലവിലുള്ളൊരു മരണസംഖ്യ. ആകെ 297 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. റിജിത്ത്.